അത് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രാപ്തി ഞാൻ അളന്ന് നോക്കിയിട്ടില്ല. അതൊക്കെ അതാത് പാർട്ടിക്കാർ തീരുമാനിക്കേണ്ട കാര്യമല്ല. എനിക്ക് അതിനകത്ത് ഒരു കാര്യമില്ല. ഞാനും അത് സുരേന്ദ്രനുമായിട്ട് അനുമാത്രം വലിയ അടുപ്പവും ഇല്ല. കാരണം അവരൊക്കെ വടക്കുള്ളവരില്ല. ഇപ്പം ഈ ഇവിടെയുള്ള ഞാനുമായിട്ട് അത്രയും വലിയൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടില്ല. അതായത് ഇൻട്രാക്ഷൻ ഉണ്ടാകാന്ന് വെച്ചാൽ പുള്ളിയുടെ കപ്പാസിറ്റി എനിക്ക് അളക്കാൻ എനിക്കൊട്ടും സാധിച്ചിട്ടില്ല. പിന്നെ അവർ സുരേന്ദ്രനെ വെക്കണോ ആരെ വെക്കണം ആരെ വെക്കണ്ട എന്ന് തീരുമാനിക്കണം നമ്മളാരുമല്ല. അവരുടെ പാർട്ടിയല്ലേ. ആ പാർട്ടി വെച്ചിട്ട് അതിൻ്റെ ജയവും പരാജയവും അവരുടെ പാർട്ടി ഏറ്റെടുത്തോട്ടെ. നമുക്കിപ്പോൾ എന്താ കാര്യം? പൂച്ചക്ക് പൊന്നൂത്തിനടുത്ത് പല കാര്യമുണ്ട്. അത് അവരോട് ചോദിക്കണം. എനിക്കറിയാം. ഞാൻ NDA ആരുമല്ല. അത് രമ്യ ഹരിദാസ് എനിക്കത് ഞാൻ ചോദിക്കട്ടെ. രമ്യ ഹരിദാസ് ആദ്യം നിന്ന് പിന്നെ ഇവിടെയല്ലേ, ആലത്തൂരല്ലേ നിന്ന് 2 പ്രാവശ്യം നിന്നല്ല. അന്നൊന്നും എന്നെ തിരക്കിട്ടില്ല, കണ്ടിട്ടില്ല. ആ രമ്യ ഹരിദാസ് വലിയ ദാർഢ്യവും അഹങ്കാരവും ഫോൺ പോലും എടുക്കലെന്നൊക്കെ ആളുകൾ പറയണത്. അപ്പോൾ അതെന്തുമായിട്ട് എനിക്കങ്ങനെ അനുഭവമില്ല. അവരുടെ മറ്റു സ്വഭാവത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മെയ്വഴക്കം വേണ്ടേ? അതുകൊണ്ടാണ് 2 പ്രാവശ്യം നിന്നപ്പോൾ എന്നെ കണ്ടില്ല, കാണണമെന്ന് ഞാൻ നിർബന്ധിച്ചില്ല. അതിന് എന്തുകൊണ്ട് ആലത്തൂർ നിന്നപ്പോൾ തന്നെ എന്നെ കാണണമെന്ന് തോന്നാൻ കാര്യം? അതൊരു നല്ലൊരു മെസ്സേജ് അല്ലല്ലോ അത്. അതുകൊണ്ടാണ് കാണുന്നത്. അത് ഇന്ന് ഞാൻ TV കണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയ്ക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം കുഴച്ചുപോയി. അതൊക്കെ ചർച്ച ചെയ്ത് അവർ തീരുമാനിച്ചിട്ട് ഇനി അടുത്തതിന് മാറ്റി തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ പെക്കൊച്ചിനെ പറ്റി നല്ല അഭിപ്രായം ആളുടെ ഇടയിൽ, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ പലരും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഒരു അച്ചടക്കം ഇല്ല, വിനയമില്ല, ദാർഢ്യമാണ്, ഫോൺ വിളിച്ചാൽ പോലും എടുക്കത്തില്ല എന്നൊക്കെ പറയാം. ശരിയോ തെറ്റോ എന്താ എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്ന അവരുടെ പാർട്ടിക്കാർ തന്നെ പറഞ്ഞു തരാം. എനിക്ക് ആ കൊച്ചിനോട് ഒരു വിരോധമില്ല. പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞാലേ ഞാനിവിടെ ആരുടെയും കണ്ടിട്ടുമില്ല, ഒരു കാര്യത്തിൽ ചെന്നിട്ടില്ല. എന്നെ കാണണമെന്ന് പറയുമ്പോൾ അവർക്ക് തോന്നുമ്പോൾ കാണണമെന്ന് പറയുമ്പോൾ എനിക്ക് അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ മറ്റേ എനിക്ക് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അതിന് വിരോധം അടുത്തൊരു കോൺഗ്രസ്സുകാരനുണ്ടല്ലോ, പാലക്കാട് നിന്ന് ചോദിച്ചത് അല്ലെ, അയാൾ ഇടയ്ക്ക് വെച്ച് വിളിച്ചിട്ട് പറയുന്നത് ഇടയ്ക്ക് വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ നോക്കുക. ഒന്നുമില്ല, ഒരു മര്യാദയ്ക്ക് ഞാൻ വരുന്നു, എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ ടൈം ഫിക്സ് ചെയ്യണ്ടേ? ഈ ശങ്കരഡേയുടെ മുമ്പത്തെ ദിവസം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓടുമ്പോൾ പുള്ളിക്ക് ഞാൻ ഇവിടുന്ന് കരുനാഗപ്പള്ളി ചെന്നപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. അല്ലെ ഇടയ്ക്ക് വെച്ച് കാണണം എന്ന്. അപ്പോൾ ഇടയ്ക്ക് വെച്ചും തലക്ക് വെച്ചും കാണണോ എന്ന് ഞാനല്ലേ നിശ്ചയിക്കേണ്ടത്. അപ്പോൾ എനിക്ക് 100 പരിപാടിയില്ല. അതല്ലെങ്കിൽ നേരത്തെ ഒന്ന് വിളിക്കണം, എനിക്ക് നീ കാണണം എന്ന് പറഞ്ഞാൽ ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യേണ്ടതല്ലേ ഒരു മര്യാദ. അപ്പോൾ ആ കാര്യത്തിൽ വരുമ്പോൾ നമ്മളെല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അത് വേണ്ട. മുസ്ലിം ലീഗ് കുറച്ചുകൂടി വർഗീയമായ നിലപാട് ഇപ്പോൾ എടുക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെയും നിലപാട്. ഇന്നലെ ഈ പാലക്കാട് വിജയത്തിന് ശേഷം മുസ്ലിം ലീഗിനൊപ്പം SDPക്കാരും കൂടി ആഘോഷിച്ചു. അങ്ങനെ കുറച്ചുകൂടി ഹിന്ദുത്വ തീവ്രവാദത്തിനെതിരെ ലീഗ് കുറച്ചും കൂടി മുസ്ലിം ഏകീകരണമാണ് കൊണ്ടുവരുന്നത്. അതല്ലെങ്കിൽ മുസ്ലിങ്ങൾ വർഗീയവാദികളല്ലേ? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ അർത്ഥം എന്താണ്? മുസ്ലിം കൂട്ടായ്മ എന്നാണ്. പിന്നെ അതിനകത്ത് പിന്നെ വർഗീയത പറയേണ്ട കാര്യമില്ല. അവരാരെങ്കിലും ഒരു MLA നിർത്തിയിട്ടുണ്ടാകും ലീഗിലല്ലാതെ. ഒരു സംവരണ സീറ്റിൽ ഒരു രാമന കുട്ടപ്പനെ നിർത്തിയിട്ടുണ്ട്. ഇതല്ല, ലീഗിൽ ഇതുവരെ ഒരു മതേതര പാർട്ടിയാണ് എങ്കിൽ അവർ ലീഗിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവർ ഓപ്പൺ കോട്ടായിൽ ഒരു ലീഗ് മുസ്ലിം അല്ലാത്ത ഒരാളെ നിർത്തിയിട്ടുണ്ടോ? പറയട്ടെ അവർ. അപ്പോൾ ഈ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയൊന്നുമില്ല. ഇങ്ങനെ 4 വട്ടം വായിക്കി ഇങ്ങനെ മതേതരെ പറ്റി ഒക്കെ പറയും. അതിനകത്ത് ഒരു കഥയില്ല. ഒരു മതമാണ്, മതപ്പാർട്ടിയാണ്. അതിൻ്റെ പേര് തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ്. എന്തോ അല്ലെ, അവരുടെ വർഗത്തെ പറ്റി അവർക്ക് നല്ല ബോധമാണ്. അത് നിങ്ങൾ കണ്ടാൽ മതി. അവരുടെ വർഗം നിങ്ങൾ എന്നെ കാട് കയറ്റാൻ നോക്കാതെ. നിങ്ങൾ അവരുടെ കാര്യങ്ങൾക്കെല്ലാം നല്ല പ്രയോറിറ്റി കൊടുത്തല്ലേ അവർ ചെയ്യുന്നത്. അവർ വരണമായിരുന്ന കാലത്തും ഞങ്ങളെല്ലാം ഒന്നിച്ച് ബായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വല്ലം തന്നാ. പിന്നോക്ക സമുദായ മുന്നണിയിൽ നിന്നും സംവരണ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് നടന്നതാണ്. ഞങ്ങൾക്കൊന്നും തന്നില്ല. മലപ്പുറത്ത് വല്ലം തന്നാ, കാസർഗോഡ് തന്നാ, വയനാട് വല്ലം തന്നാ. അപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിം കൂട്ടായ്മ എന്നാണ് ഇപ്പോൾ അതിൻ്റെ അർത്ഥം.
അതുകൊണ്ട് അവിടെ വർഗീയവാദിയെന്ന വർഗമില്ലാത്തവാദിയെന്ന് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷെ സാമാന്യ ജനങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെ ഞാൻ ചോട്ടെ, ഇത്രയും കൊല്ലമായിട്ട് മുസ്ലിം ലീഗിനകത്ത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ സംവരണ സീറ്റിലല്ലാതെ അവർ നിർത്തിയിട്ടുണ്ടോ? എന്നിട്ട് നിങ്ങൾ മതേതരം പറ. മുഖ്യമന്ത്രി സാദിഖ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു, അത് വിവാദമായിരുന്നു. അത് ശരിയായ രീതിയാണ് എന്ന് സെക്രട്ടറിക്ക് അഭിപ്രായം? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയും. അദ്ദേഹത്തിന് ശരിയെന്നതാണ് അദ്ദേഹം പറയണത്. അത് ശരിയോ തെറ്റോ എന്ന് പറയേണ്ട കാര്യം എനിക്കറിയാമല്ല. അദ്ദേഹം പഠിച്ച് മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നി. ഇനി ഞാൻ ആ വിഷയത്തിൽ പഠിച്ചിട്ടില്ല. പോരെ തൽക്കാലം പ്രാവശ്യം ഇതിലൊന്നും കൂട്ടിക്കൊണ്ടുപോകും. ഇനി മുസ്ലിങ്ങളായിട്ട് ഞാൻ ഇടി വയ്ക്കണമെന്നുള്ളതാണ്. നിങ്ങളൊരു ഗുണവും ചെയ്തു തന്നിട്ടില്ല, എല്ലാം പറ്റിക്കുന്നത് തന്നെ. അറിയാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷം.